പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കയ്യടി നേടുന്ന കലാരഞ്ജിനി എന്ന നടിയുടെ ശബ്ദത്തിന് പിന്നിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വേദനിപ്പിക്കുന്ന ഒരു അപകടത്തിന്റെ കഥയുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്തുള്ള ഇവർ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയായ ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. കൽപ്പനയുടെയും ഉർവശിയുടെയും സഹോദരി എന്ന നിലയിലും തെന്നിന്ത്യൻ ഭാഷകളിലെ സജീവ സാന്നിധ്യമായും തിളങ്ങുന്ന ഈ നടിയുടെ ശബ്ദത്തിലെ സവിശേഷമായ ഗാംഭീര്യം ഒരു സിനിമാ സെറ്റിലുണ്ടായി പിഴവിനെ തുടർന്ന് സംഭവിച്ചതാണ്. പ്രേം നസീറിനൊപ്പം അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ഈ ദുരനുഭവം ഉണ്ടായത്. രക്തം ഛർദ്ദിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനായി ചുവന്ന കളർ പൗഡറിൽ വെളിച്ചെണ്ണ ചേർത്ത മിശ്രിതമാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അന്നത്തെ സെറ്റിലെ മേക്കപ്പ് മാൻ അബദ്ധവശാൽ ആ മിശ്രിതത്തിൽ ആസിഡ് കലർന്നുപോയി. നസീർ സാർ ആ മിശ്രിതം തന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തതും തനിക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയായെന്നും കലാരഞ്ജിനി ഓർക്കുന്നു. വായ മുഴുവൻ പൊള്ളിയ ആ അപകടത്തിന് ശേഷം പിന്നീട് എപ്പോൾ അസുഖങ്ങൾ വന്നാലും അത് ആദ്യം ബാധിക്കുന്നത് ശബ്ദത്തെയാകാൻ തുടങ്ങി. ആരോഗ്യപരമായി താൻ നേരിട്ട ആ വലിയ വെല്ലുവിളിയെ പിന്നീട് തന്റെ കരിയറിലെ തന്നെ ഒരു പ്രത്യേകതയാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു. നഷ്ടപ്പെട്ട ശബ്ദത്തിനായി പല ചികിത്സകൾ പരീക്ഷിച്ചെങ്കിലും സ്ട്രെയിൻ ആകുന്നതിനാൽ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. ആ ശബ്ദ വ്യത്യാസം പിന്നീട് അവരുടെ പല കഥാപാത്രങ്ങൾക്കും വലിയ കരുത്തായി മാറി. സൈജു കുറുപ്പ് നായകനായ പുതിയ ചിത്രം മോഹിനിയാട്ടത്തിൽ വരെ കലാരഞ്ജിനിയുടെ ഈ ശബ്ദവും പ്രകടനവും ഏറെ പ്രശംസിക്കപ്പെടുകയാണ്. കൃത്രിമത്വമില്ലാത്ത ആ ശബ്ദമാധുര്യം ഇന്നും മലയാള സിനിമയിൽ അവർക്ക് മാത്രമായി ഒരിടം നൽകുന്നു.